ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും? അപ്പം നമുക്ക് കുറച്ച് അൺബോക്സിങ് ചെയ്യാം കേട്ടോ. ഞാൻ ടെമോന്ന് മേടിച്ച കുറച്ച് സാധനങ്ങളായിരുന്നു. ഇത് കൈ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പാടുപെട്ടിക്കണു. ഹസ്ബൻഡ് ഖത്തറിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാമെന്നുള്ള രീതിയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ട് കുറേ മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് കൈ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു പജാമ സെറ്റാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി ക്ലോത്തുമാണ്, അതേപോലെ തന്നെ നല്ലൊരു പിൻട്രസ്റ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയലും ഒക്കെ. ആ ഒരു ഡിസൈൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേടിക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സൈസ് കറക്റ്റാവോ എന്നുള്ള ആ ഒരു പേടി കാരണം ഞാൻ മേടിക്കാതെ അവിടെ വെച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനതൊക്കെ സെറ്റ് ചെയ്തു. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ടെമൂന്ന് മേടിക്കണം എന്നുണ്ടെങ്കിൽ മേടിച്ചോ, അടിപൊളി സെറ്റാണ്. ഓക്കെ, പിന്നെ കുറച്ച് പേഴ്സ് പോലെ ഒട്ടിക്കുന്ന സാധനമല്ലേ, ആ ഒരു ഡിഫറെൻറ്റ് 4 കളേഴ്സ് കണ്ടപ്പോൾ അത് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അതുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എക്സൈറ്റിങ് സംഭവമാണ് ഈ കാരണം. നമ്മളെ ജേർണലിങ്ങൊക്കെ നമ്മുടെ ഫോറിനേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ജേർണലിങ് സപ്ലൈസ് ഉണ്ടല്ലോ, ആ ഒരു പല ഡിസൈനുള്ള വാഷി ടേപ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കൂടുതലും മേടിച്ചിരിക്കുന്നത് വാഷി ടേപ്സാണ് കേട്ടോ. ഇങ്ങനത്തെ ഡിസൈൻസ് ആയിട്ടുള്ള വാഷി ടേപ്സ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ഇതിൽ ഒരു ഗേളി എഫക്റ്റ് വെക്കുന്ന ഒരു ഗാർഡൻ ലെവലിലൊക്കെ ഉള്ള ഒരു തരം വാഷി ടേപ്സാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും നമുക്കിതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ജേർണലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു ലൈക്കും കൂടി ചെയ്തേക്കാം കേട്ടോ. ലൈക്ക് ചെയ്യുക, നല്ല കുട്ടികളല്ലേ, അപ്പോൾ ലൈക്കൊക്കെ ചെയ്തേക്കാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് മേടിച്ചിരിക്കുന്നത് ഈ ഒരു ഫ്ലവേഴ്സും ബട്ടർഫ്ലൈയും ഒക്കെ ആയിട്ടുള്ള ഒരു പാറ്റേണിലുള്ള വാഷി ടേപ്പാണ് കേട്ടോ. ഇതും നല്ല അടിപൊളിയാണ് കേട്ടോ, കാണാൻ നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, പിന്നെ അടുത്തത് ഇത് ഒരു മഞ്ഞൊക്കെ പെയ്യുന്ന സ്ഥലങ്ങൾക്ക് വിൻ്റർ ടൈപ്പ്, ആ ഒരു ടൈപ്പ് വാഷി ടേപ്സാണ് കേട്ടോ. അത് ആ ടൈപ്പിലുള്ള അവിടുത്തെ വീടുകളും ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു എഫക്റ്റ് കൊടുക്കുന്നതാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതും നല്ല അടിപൊളി സംഭവമാണ്, സെറ്റാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഞാൻ ഇപ്രാവശ്യം ഫുൾ വാഷി ടേപ്സാണ് അധികം പർച്ചേസ് ചെയ്ത്. ഒരു 4-5 എണ്ണമായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഫുള്ള് കാട്, കാട്, മല അങ്ങനത്തെ ഐറ്റംസ് ആയിട്ടുള്ളൊരു പ്രകൃതി രമണീയത തോന്നിക്കുന്ന ഒരു സംഭവം. പിന്നെ ഈ ഷീറ്റിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് മറ്റേതിനേക്കാളും ഇത് കുറച്ചൊരു ഗിൽറ്റർ ടൈപ്പ് വരുന്നതാണ്. ഇങ്ങനെ ഒരു ഗിൽറ്റ് സംഭവം അതിലിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം പെർഫെക്റ്റ് എന്നറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ ആ ഒരു എഫക്റ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് ഇതൊരു റെയിനിയിൽ നടക്കുന്ന കുറച്ച് ഗേള് അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ, കുട പിടിച്ച് നിൽക്കുന്നതും അതുപോലെ റെയിൻ കോട്ട് ഇട്ട് നിൽക്കുന്നതും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത് കേട്ടോ. സംഭവം എന്തായാലും അടിപൊളിയാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ ഇതും ഒരു വിൻ്റർ ടൈപ്പിൽ നിൽക്കുന്ന സംഭവമാണ് കേട്ടോ. അതാണെന്ന് തോന്നുന്നു. അത് തന്നെയാണ്. അതിലുള്ള മല, കുന്ന്, ചെടികൾ, ആ ഒരു ലെവലിലുള്ള സംഭവമാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു പിക്ചർ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു സംഭവമുണ്ട് ഇതിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതും നല്ല അടിപൊളി സാധനമാണ്, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വാഷി ടേപ്സ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, 1 2 3 4 അങ്ങനെ ഏതെങ്കിലും മതി. ഓക്കെ, പിന്നെ ഇത് ഒരു കോസി എഫക്റ്റൊക്കെ കിട്ടുന്ന ഒരു തരം വാഷി ടേപ്പാണ്. ഇതിൽ ഫുൾ ആ ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു കോസി എഫക്റ്റിലുള്ള ഗേളി ടൈപ്പാണ് എന്നുള്ളത്. ആ ഒരു കളേഴ്സും ഒക്കെ അതിനായിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വാഷി ടേപ്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പരിപാടി. ഇതൊരു ത്രെഡാണ് കേട്ടോ. നമ്മുടെ ക്രോഷിയൊക്കെ ചെയ്യുന്ന നല്ല പഞ്ഞി പോലത്തെ ഒരു ത്രെഡാണ് കേട്ടോ അത്. പിന്നെ ഇത് നമ്മുടെ ഫോണിൻ്റെ ബാക്കിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഫോൺ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അവിടെ നിൽക്കും. അതെല്ലായിടത്തൊന്നും പറ്റത്തില്ല. നമ്മുടെ ടൈൽസ്, അതുപോലെ മിറേഴ്സ്, അതുപോലെ കബോർഡ്സ്, അവിടെയൊക്കെ സെറ്റാവും. ഓക്കെ, ചുമരുമൊന്നും ഒട്ടിക്കാൻ പറ്റൂല കേട്ടോ. നല്ല സ്മൂത്തായിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അവിടെ. പിന്നെ ഇത് ഒരു ബ്രഷാണ് കേട്ടോ.
ഇങ്കൊക്കെ ആക്കിയിട്ട് ഇങ്ക് പാഡിൽ ഇങ്കാക്കിയതിന് ശേഷം നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന തരം ബ്രഷാണത്. പക്ഷെ നല്ല സോഫ്റ്റുമാണ്, അതേപോലെ ആ ഒരു പിങ്ക് കളറുമാണ്. പക്ഷെ ഞാനത് യൂസ് ചെയ്യുന്ന പോലെ എനിക്കറിയില്ല ഗൈസ്. ചിലപ്പോൾ ഞാൻ അതവിടെ എടുത്ത് വെക്കും കേട്ടോ, കാരണം അത് യൂസ് ചെയ്യാൻ തോന്നില്ല നമുക്ക്, കാരണം അത്രയ്ക്ക് സോഫ്റ്റുമാണ്. അതേപോലെ ആ കളേഴ്സും, ആ കളർ അതിലിങ്ങനെ മുക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ജേർണലിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെയ്ത് കൊടുക്കുന്ന സംഭവമാണ്. ഇങ്ക് പാഡാണ് ഇത്. അത് പല കളേഴ്സിലുള്ളതുണ്ട് കേട്ടോ. ഞാൻ കുറേ കാലം ഇങ്ങനെ മേടിക്കാൻ വിചാരിക്കണം, പല കളേഴ്സുള്ളതും മേടിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ ഇതും മേടിച്ചു. പക്ഷേ ഇതെനിക്ക് യൂസ് ചെയ്യാൻ തന്നെ തോന്നുന്നില്ല. അതുപോട്ടെ. പിന്നെ ഇതെന്താ വെച്ചാൽ ഒരു ഹുക്കാണ് കേട്ടോ, അങ്ങനെ ഓക്കെ എന്ന് എഴുതിയിട്ടുള്ള നമ്മുടെ വയേഴ്സൊക്കെ അല്ലേ, വയറ് അതൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സംഭവമാണ്. അതേപോലെ നമുക്ക് ചെറിയ ചെറിയ കീ ചെയിൻസും കാര്യങ്ങളും അതും ഹാങ് ചെയ്ത് വെക്കാം കേട്ടോ. ആ സംഭവമാണ് അത്. ഓക്കെ. പിന്നെ അടുത്തത് ഇതൊരു തരം ബ്രഷാണ്. ഇത് നമുക്ക് ചെറിയ ചെറിയ ഹെഡ്സെറ്റിൻ്റെതും അതുപോലെ ഫോണിൻ്റെ ചാർജിങ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കി കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ചെറിയ ബ്രഷാണ്. ഓക്കെ. അപ്പോൾ അതങ്ങനെ. ഇനി അടുത്തത് ഇതൊരു ആക്രിലിക് ബോർഡാണ് കേട്ടോ. ഇത് നമ്മൾ സ്റ്റാമ്പ് ചെയ്യുന്നില്ലേ, നമ്മുടെ ചില സ്റ്റാമ്പ്സും കാര്യങ്ങളൊക്കെ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ ഇത് ഒട്ടിച്ചിട്ട് സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുക. അതിനുള്ളൊരു ആക്രിലിക്കിൻ്റെ ഒരു ബോർഡാണ്. ഓക്കെ. അതുപോലെ നമ്മൾ ക്ലേ ഒക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ സ്റ്റാമ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ആക്രിലിക്കിൻ്റെ ബോർഡ്. ഓക്കെ. നല്ല ക്ലിയർ സ്റ്റാമ്പ്. അപ്പോൾ സംഭവം അത്. ഓക്കെ. ഇനി അടുത്തത് വരുന്നത് ഇത് കുറച്ച് എന്താ പറയുക, ഇതിന് പേരൊക്കെ അറിയില്ല, എന്തൊരു കട്ട്സാണ്. നമുക്ക് പല ഡിസൈൻസിലും അതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സംഭവം. ഇത് വെച്ചിട്ട് നമുക്ക് കളർ ചെയ്യാം, അതുപോലെ പെയിൻറ്റിങ് കാര്യങ്ങളും ചെയ്യാം. അതുപോലെ ഇങ്ക് പേഡിലാക്കിയിട്ട് ഇങ്ക് ചെയ്ത് കൊടുത്താൽ ആ ആകൃതിയിൽ നമുക്കിങ്ങനെ കിട്ടും. സ്റ്റെൻസിൽസ്. ഓക്കെ, അതാണ് അതിൻ്റെ പേര് കേട്ടോ, മറിപ്പ്. ഓക്കെ. അപ്പോൾ അതാണത്. പിന്നെ ഇത് ചെറിയ കട്ടിങ് മാറ്റില്ലേ, കട്ടിങ് മാറ്റാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മിനി വേർഷനാണ് ഇത്. ഓക്കെ. ഭയങ്കര കുഞ്ഞിതാണ് കേട്ടോ, ചെറുതാണ്. അതിൽ കുറച്ചൊരു A5 സൈസിലുള്ളതാണ് ഇത്. ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഫോറിനേഴ്സൊക്കെ ഇങ്ങനെ ജേർണലിങ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ നമ്മുടെ A5 സൈസ് ജേർണലിങ് ബുക്കിലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം ഇതാക്കണമൊക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ അതുപോലെ ഒരു ഹാരി പോട്ടർ തീമൊക്കെ ആയിട്ടുള്ള സംഭവമാണുള്ളത്. ഓക്കെ. ഇതും ഒരു സ്റ്റെൻസിൽസാണ്. ഇത് നമുക്ക് ജേർണലിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന, നമുക്ക് ആ ഒരു ഡിസൈനൊക്കെ സൈഡിലൊക്കെ കൊടുത്തിട്ട് സംഭവം സെറ്റാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണത്. ഓക്കെ. പിന്നെ അങ്ങനെ ആലോചിച്ചിട്ടോ, ആ സംഭവം നമുക്ക് മെഹന്തി ഇടുമ്പോഴും യൂസ്ഫുള്ളായിരിക്കും. ആ ഒരു ഡിസൈനൊക്കെ നമുക്ക് കയ്യിൽ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താലൊക്കെ സംഭവം നൈസായിരിക്കും, എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇത് കുറച്ച് പാറ്റേണിലുള്ള സംഭവമാണ് കേട്ടോ. ഇത് പല പല ഡിസൈനിലുള്ള കുറച്ച് എന്താ പറയുക, കട്ടിങ് പോലത്തെ സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ പല കളേഴ്സും അവൈലബിൾ ആയിരുന്നു. ഞാൻ ഒരു ബ്ലൂ ആണ് കേട്ടോ, ഞാൻ റാൻഡായിട്ടൊരു ബ്ലൂ എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്തതാണ്. പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പർപ്പിൾ ഉണ്ട്, അങ്ങനെ പല കളേഴ്സും ഉണ്ട്. ഓക്കെ. ഇങ്ങനത്തെ കട്ടായിട്ടുള്ള സംഭവങ്ങളും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പാറ്റേൺ പേപ്പേഴ്സും അതിൻ്റെ കൂടെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. പാറ്റേൺ പേപ്പേഴ്സ് അത്ര എന്താ പറയുക, അത്ര ബ്യൂട്ടിഫുള്ളൊന്നുമല്ല, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. ഓക്കെ. ഞാൻ മറ്റേത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ മേടിച്ചത്. അപ്പോൾ അതങ്ങനെ. ഇനി അടുത്തത് ഇത് കുറച്ച് ഗാർഡൻ ടൈപ്പിലുള്ള സ്റ്റിക്കേഴ്സാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്രാവശ്യം ഫുൾ ജേർണലിംഗ് ആണ് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇനി മേലാൽ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ മേടിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് സാധനങ്ങളായി. അപ്പോൾ ഇനി ജേർണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സൊന്നും ഞാൻ മേടിക്കില്ല. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് ഗൈസ്. ഓക്കെ. അപ്പോൾ ഇതും സെറ്റായി. ഇതൊരു ഗ്ലാസിൻ്റെയൊക്കെ ഒരു ഹൗസൊക്കെ ആയിട്ട് വരുന്നതും അതുപോലെ ഗാർഡൻ ടൈപ്പ് വിൻഡോസ് അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലുള്ളത്. പിന്നെ ഇത് ഒരു പിങ്ക് കളറിലുള്ള ബട്ടർഫ്ലൈസാണ്. ഇത് നല്ല രസമാണ് കേട്ടോ കാണാൻ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എൻ്റെ ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും കേട്ടോ, ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അതങ്ങനെ. ഇനി അടുത്തത് ഇത് ഞാൻ എന്താണെന്ന് വെച്ചാൽ കുറേ ആലോചിച്ചു. പിന്നെയാണ് ഞാൻ മനസ്സിലായത്, ഞാനിത് ഇങ്ങനെ പേപ്പറാണെന്നല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ത്രെഡിൻ്റെ അങ്ങനെ എന്തെങ്കിലും ആണെന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ പല പല ടൈപ്പിലുള്ള കട്ടിങ് ചെയ്ത സംഭവങ്ങളാണ്. പക്ഷെ അതൊരൊറ്റ സ്റ്റിക്കർ തന്നെയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അത് ഇനി ഇതൊരു എക്സൈറ്റിങ് സാധനമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് വെച്ചിട്ട് ജേർണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഇൻഷാ അല്ലാഹ് നമുക്കതൊക്കെ ചെയ്യണം. ഓക്കെ. ഇത് റെയിനായിട്ടുള്ള സംഭവം, അത് മഴയാണ് കേട്ടോ ശരിക്കും. അത് നമുക്കങ്ങനെ എഫക്റ്റായിട്ട് കൊടുക്കുമ്പോൾ ഒരു മഴയുടെ ഒരു ഫീൽ കിട്ടും. ഓക്കെ. അത്രേ ഉള്ളൂ.
പിന്നെ ഇത് കുറച്ച് വിൻഡോസിൻ്റെ കട്ടിങ് ആണ് കേട്ടോ. മറ്റേ ഡൈ കട്ട്സൊക്കെ പോലത്തെ കുറച്ച് കട്ടിയിൽ വരുന്ന ഡൈ കട്ട്സാണ്. അതിൽ വിൻഡോസാണ് ഫുള്ള് വരുന്നത്. പല പല ടൈപ്പിലുള്ള വിൻഡോസാണ് കേട്ടോ. ഇത് വരുന്നത് പിന്നെ എന്താ വെച്ചാൽ ഒരു ഗാർഡൻ ടൈപ്പിലുള്ള സ്റ്റിക്കറാണ് കേട്ടോ. പൂക്കളും അതുപോലെ വാൾസും ഒക്കെ വരുന്ന ഒരു തരം സംഭവം. ഓക്കെ, പിന്നെ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ബട്ടർഫ്ലൈയുടെ സ്റ്റിക്കറാണ് കേട്ടോ. ചെറിയതാണ് കേട്ടോ, നല്ല കുഞ്ഞതാണ്. നമുക്ക് നൈലിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന, അതുപോലെ വേറെ അങ്ങനെയൊക്കെ ഒട്ടിക്കാൻ പറ്റും. സപ്പോ നൈസാണ്. പിന്നെ ഇത് ഫിലിംസിൻ്റെ പോലത്തെ വരുന്ന സ്റ്റിക്കേഴ്സാണ് കേട്ടോ. ഇത് നമുക്ക് ജേർണലിങ്ങൊക്കെ ചെയ്യാൻ നല്ല അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പീസാണിത്. ഇനിയില്ല ഗൈസ്, പരിപാടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റത്തെ, ഇതും എന്താ പറയുക, ഒരു വിൻ്റർ ടൈപ്പിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, എന്താ പറയുക, മഞ്ഞൊക്കെ പെയ്യുന്ന ആ ഒരു ടൈപ്പിലുള്ള സംഭവമാണ് കേട്ടോ. അതും സ്റ്റിക്കർ ബുക്കാണിത്. ഇതിലൊരുപാട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മേടിച്ച സാധനങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെന്താ, അതൊക്കെ തന്നെ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ. പിന്നെന്താ, പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റൊക്കെ ചെയ്യ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിക്കാമല്ലോ, ഒരു രസമല്ലേ. അപ്പോൾ ടാറ്റോ, ബൈ, സീ യു.